നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ്. ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. ശബ്ദത്തിൽ നമ്മൾ കേട്ടത് രണ്ട് പ്രധാന വ്യക്തികളാണ്. ഒന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ, മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡാൻ കുര്യനാണ്. നിർണായകമായ ഈ ദൃശ്യങ്ങളും ഒപ്പം ഈ വാർത്തകളും ഡാൻ കുര്യനാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഡാൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ, എന്നാണ് ഈ സംഭവം നടന്നത്? എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം? സജിത്ത്, മാസങ്ങൾക്ക് മുമ്പ് KPCC അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ നിന്ന് കണ്ടെടുത്ത ആ കൂടോത്ര അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും ശബ്ദ സംഭാഷണവുമാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കേട്ടിരിക്കുന്നത്. അതായത് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ കടന്നു വന്നതിന് പിന്നാലെ മുതൽ അദ്ദേഹത്തെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു. അതിന് അദ്ദേഹം എറണാകുളത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. വിവിധ തരത്തിലുള്ള പരിശോധനകൾ അദ്ദേഹത്തിന് ഈ എന്താണ് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നടന്നു. പക്ഷേ ആ പരിശോധനകളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്താൻ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യനെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ടുവരണം, അവരുടെ സാന്നിധ്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികതകളുണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യൻ കെ സുധാകരന്റെ വീട്ടിലെത്തുകയും അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷന്റെ കണ്ണൂരിലെ നടാലിലുള്ള വസതിയുടെ കന്നിമൂല കുഴിച്ച് പരിശോധിക്കുന്നതിനിടയിൽ കണ്ടെടുത്ത ഈ ചിത്രങ്ങളും അല്ലെങ്കിൽ ഈ രുദ്രാക്ഷം, അതോടൊപ്പം തന്നെ തകിടുകൾ, അതോടൊപ്പം അദ്ദേഹത്തെ അപായപ്പെടുത്തുക, അദ്ദേഹത്തിന്റെ ആരോഗ്യം ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പേരെഴുതി ഈ ആഭിചാരം ചെയ്ത ക്രിയകളുടെ അവശിഷ്ടങ്ങൾ അടക്കം അവിടുന്ന് വീണ്ടെടുക്കുകയായിരുന്നു. അതിനിടയിലാണ് KPCC അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടിരുന്നു, തലയ്ക്ക് ഭാരമുണ്ടായിരുന്നു, കാലിന് ബലക്കുറവ് തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ ശബ്ദ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇത് അവിടെ നിന്ന് കണ്ടെടുത്തതിന് ശേഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. അങ്ങനെയാണ് ഈ ആചാര്യൻ വീണ്ടും അവിടേക്ക് കടന്നു വരുന്നത്. അതായത് 8 അടി പൊക്കത്തിൽ മതിലുള്ള, സദാസമയം CCTV ക്യാമറകളുടെ നിരീക്ഷണമുള്ള, അതോടൊപ്പം കേരള പോലീസിന്റെ സുരക്ഷയിലുള്ള വീടാണ് നടാലിലെ KPCC അധ്യക്ഷന്റെ വസതി. അദ്ദേഹത്തിന്റെ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയമായ എതിർപ്പുകൾ കാരണമാണ് അത്തരത്തിൽ സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതും. എന്നിട്ടാണ് ആ വീടിന്റെ കന്നിമൂലയിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പക്ഷേ അദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കണ്ടെടുത്തതിന് ശേഷവും തുടരുന്നതിനിടയിലാണ് ഈ ആചാര്യനെ വീണ്ടും അവിടെ എത്തിക്കുന്നത്. അദ്ദേഹം വീണ്ടും KPCC അധ്യക്ഷനുമായി സംസാരിച്ച് തിരുവനന്തപുരത്തും സമാനമായ തരത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടോത്രം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ ഇരിക്കുന്ന കസേരയുടെ സമീപത്തെ മേശയുടെ അടിയിൽ നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെടുക്കുന്നു. അദ്ദേഹം പേട്ടയിൽ മുൻപ് താമസിച്ചിരുന്ന വീടിന്റെ അടുക്കള ഭാഗത്തെ ഈ ഓടുള്ള ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നു. അതിനു പിന്നാലെ ഡൽഹിയിൽ MPമാരുടെ ഫ്ളാറ്റ് സമുച്ചയമായ നർമ്മദയിലെ കെ സുധാകരന്റെ ഫ്ളാറ്റിലെ കസേരയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ, സെറ്റിയിൽ നിന്ന് സമാനമായ തരത്തിൽ തന്നെ ഈ തകിടുകൾ കണ്ടെത്തുന്നു. ഇതെല്ലാം കണ്ടെത്തിയതിന് ശേഷം അത് നിർവീര്യമാക്കുന്ന തരത്തിലേക്ക് ആചാര്യൻ പിന്നീട് നീങ്ങുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ ഈ കർമ്മ രംഗത്തേക്ക് സജീവമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. ഇനി പ്രധാനമായിട്ടുള്ള ചോദ്യം, ആരാണ് ഇതവിടെ നിക്ഷേപിച്ചത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ ആചാര്യൻ തന്നെ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ആ പേരുകൾ തെളിവുകളില്ലാത്തതിനാൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ട്. മറ്റൊരു പ്രമുഖ നേതാവിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം വിശ്വസ്തനായി നടന്ന ഒരു ജീവനക്കാരൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന വിവരങ്ങളാണ് ഈ ആചാര്യൻ KPCC അധ്യക്ഷനുമായും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രങ്ങളുമായും പങ്കുവെച്ചത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. സജിത്, ഡാൻ, എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിലേക്ക് വരുന്നത്? ശബ്ദ സംപ്രേഷണത്തിൽ വളരെ വ്യക്തമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദവും. എന്താണ് ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താനുള്ള പങ്കാളിത്തം? ഈ കെ സുധാകരന് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ
എന്ന കൃത്യമായ ചർച്ചകൾ പാർട്ടിക്കകത്തൊക്കെ വളരെയധികം സജീവമായി നടന്നിരുന്നു. അതിനിടെയാണ് കെ സുധാകരന്റെ ആത്മമിത്രം കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ. ആ സമയത്ത് വലിയ ആത്മബന്ധത്തിലായിരുന്നു അവർ. രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടാകാം എന്ന കാര്യം KPCC അധ്യക്ഷനുമായി പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാര്യൻ നടാലിലുള്ള KPCC അധ്യക്ഷന്റെ വസതിയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. യെസ്, അതാണ് സാഹചര്യം. ഒപ്പം ഡാൻ, കോൺഗ്രസിനകത്ത് ഇത് ആദ്യ സംഭവമല്ല, മുമ്പും ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം VM സുധീറിന്റെ വീട്ടിൽ നിന്ന് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ, ചില വസ്തുക്കൾ കണ്ടെടുത്തു. ഈ കാലത്തും ഇത്തരം വിശ്വാസങ്ങളുമായി നടക്കുന്നവരുണ്ടോ എന്നതാണ് അന്ന് VM സുധീരൻ എന്ന മാധ്യമങ്ങളോടടക്കം പ്രതികരിച്ചത്. നമ്മൾ കണ്ടതാണ്. അദ്ദേഹം ചോദിച്ച ആ ചോദ്യം യഥാർത്ഥത്തിൽ സുധാകരനിലേക്ക് എത്തുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം സുധാകരൻ വിശ്വസിക്കുകയാണ് ഇത്തരം കൂടോത്രങ്ങളാണ് തന്നെ തകർക്കുന്നത്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ട് എന്നൊരു വസ്തുത കൂടിയുണ്ട് ഡാനിൻ്റെ അത്. സ്വാഭാവികമായി വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ്. അത് വ്യക്തിപരമായി അത് ചിലർക്ക് അവരുടെ ആത്മബലം കൂട്ടുന്നതിന് വേണ്ടി ഈ ആത്മീയ ആചാര്യന്മാരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ട്. അവരുമായി അത്തരത്തിൽ ഒരു സൗഹൃദം വെച്ച് പുലർത്തുന്നവരുണ്ട്. അവിടേക്ക് കൈകടത്തുക എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ട് അത് അനുയോജ്യമായ കാര്യമാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം ഒരു സംഭവം അത് കൃത്യമായി അവിടെ സംഭവിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരായി ഇങ്ങനെയൊരു നീക്കമുണ്ടായി. മുൻപ് നേരത്തെ സജിത്ത് സൂചിപ്പിച്ച പോലെ മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ വസതിയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ ഈ തകിടുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ കൂടോത്രം ചെയ്തതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു. അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് രഹസ്യമായും പരസ്യമായും അതൊക്കെ പുറത്തുവിട്ടതുമാണ്. പക്ഷെ അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ മുഖമായി മാറുന്ന KPCC അധ്യക്ഷനെതിരെ ഇങ്ങനെയൊരു നീക്കം നടന്നത് എന്നതാണ് അസ്വാഭാവികത. സ്വാഭാവികമായി കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും കോൺഗ്രസിനുള്ളിലും ഉണ്ടാക്കുന്ന കോളിളക്കം ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് സജി. യെസ്, അത് നിൽക്കട്ടെ. എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോൺഗ്രസിൽ ഈ കൂടോത്രം അല്ലെങ്കിൽ ഇത്തരം ചില പുതിയ കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്ന കാര്യം നേരത്തെ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. അദ്ദേഹം തന്നെയാണ് തന്നെ കുടുക്കാൻ ഇത്തരം വിശ്വാസങ്ങൾക്ക് പുറകെ പോയ ഒരു വിഭാഗം ആളുകൾ ഉണ്ടായിരുന്നു. കാസർഗോഡ് താൻ അത് നേരിട്ടതാണ്. കാസർഗോഡ് മാധ്യമപ്രവർത്തകർക്കടക്കം ഇത് താൻ ബോധ്യപ്പെടുത്തി കൊടുത്തത് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് എന്ന കാര്യം കൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു എന്നതാണ് എൻ്റെ പശ്ചാത്തലം. ഡാനുമായി കഴിഞ്ഞ ദിവസം രാജ്മോഹൻ ഉണ്ണിത്താൻ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. താങ്കളൊരു ഈശ്വര വിശ്വാസിയാണ്, കടുത്ത ഈശ്വര വിശ്വാസിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും. അത് ഫലിക്കുമോ? അത് വേറെ കാര്യം. കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്നുള്ള കാര്യമാണെങ്കിൽ താങ്കളെ ഞാൻ ബോധ്യപ്പെടുത്തരാം. അവിശ്വാസിയാണെങ്കിൽ ഞാൻ വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം ഈ കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പരം വൈരം തീർക്കാൻ കൂടോത്രം ചെയ്യുന്നു എന്നാണ്. അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം എന്താണ്? കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. കൂടോത്രം ഭരിക്കുമോ? ദാറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് മാറ്റർ. പക്ഷേ കൂടോത്രത്തിൽ വിശ്വാസമുണ്ടെന്ന് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകരെ ഞാൻ വിശ്വസിപ്പിച്ചിട്ടുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താ? കൂടോത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. വിശ്വാസം അത് ഫലിക്കുമോ? അത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്തരം ഒരുപാട് ഹീനമായ പ്രവൃത്തികൾ എന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും എന്റെ വീട്ടിലും ചെയ്തിട്ടുണ്ട്. അത് ഫലിച്ചോ ഇല്ലയോ എന്നുള്ളത്, ഫലിച്ചെങ്കിൽ ഞാൻ 1,00,000 ഇരിക്കില്ലല്ലോ. പക്ഷേ ഇത്തരം ഹീനമായ പ്രവൃത്തികൾ കണ്ടുപിടിച്ച് നശിപ്പിക്കുന്ന ആളുകളും ഉണ്ട് ഇവിടെ. സൽപ്രവൃത്തി ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു കൂടോത്രവും ഭരിച്ചിട്ടില്ല. കൂടോത്രം ചെയ്തവന്റെ കാശ് പോയതല്ലാതെ ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. കാരണം അപ്പോഴപ്പോ കണ്ടുപിടിച്ച് ഞാൻ നശിപ്പിച്ചിട്ടുണ്ട്. അത് കാസർഗോട്ടെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തമ ബോധ്യം ഞാൻ വരുത്തി കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ച കൂടോത്രത്തിൽ വിശ്വാസമുണ്ട്. ഉണ്ട്. വിശ്വാസമുള്ള ഒരു 10-15 ഉന്നത നേതാക്കന്മാരുടെ പേര് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ ഇപ്പൊ പറയുന്നില്ല. ഇതാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വാക്കുകൾ. ഡാൻ, ഈ കണ്ണൂരിൽ നിന്നും സുധാകരന്റെ വീട്ടിൽ നിന്ന് എന്നാണ് ഇത് കണ്ടെടുക്കുന്നത്? ഇത് സംബന്ധിച്ച് പിന്നീട് മറ്റേതെങ്കിലും വേദിയിൽ വെച്ച് സുധാകരന്റെ പ്രതികരണം ഇത് സംബന്ധിച്ച് ലഭ്യമായിട്ടുണ്ടോ? സമാനമായ എന്തെങ്കിലും പ്രതികരണങ്ങൾ നമ്മൾ അറിയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ
അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സുധാകരനോ കോൺഗ്രസ് കേന്ദ്രങ്ങളോ? നമ്മൾ ഇങ്ങനെയൊരു സൂചനകളിലേക്ക് എത്തുന്നത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്ക് കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിന് പിന്നാലെ അദ്ദേഹം ഈ കൂടോത്രവുമായി ബന്ധപ്പെട്ട് അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം തന്നെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ നീക്കം നടത്തുന്നുവെന്ന രൂക്ഷമായ വിമർശനമൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് ഉന്നതരായ 10-15 കോൺഗ്രസ് നേതാക്കൾക്ക് ഇങ്ങനെ തന്നെ വിശ്വാസമുള്ളവരുണ്ട്. സ്വാഭാവികമായി അവരങ്ങനെ വിശ്വസിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഓഫ് റെക്കോർഡിൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവരുടെ അനുഭവങ്ങൾ തന്നെയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം നൽകിയ സൂചനകളാണ് അല്ലെങ്കിൽ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ലഭിച്ച ചില വിവരങ്ങൾ പിന്നീട് നമ്മൾ മറ്റ് സുഹൃത്തുക്കളുമായി സംസാരിക്കുന്നതിനിടയിലാണ് അതിൽ KPCC അധ്യക്ഷനും പെട്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തെ അപായപ്പെടുത്താനും ഇങ്ങനെയൊരു നീക്കം നടന്നിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരം നമുക്ക് ലഭിച്ചത്. അതിന് പിന്നാലെ വളരെ സാഹസികമായൊരു ദൗത്യത്തിനൊടുവിലാണ് നമുക്ക് പ്രേക്ഷകർ അല്പസമയം മുമ്പ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ നമ്മുടെ കൈവശം എത്തുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മാസങ്ങൾക്ക് മുമ്പ് KPCC അധ്യക്ഷന്റെ കണ്ണൂർ നടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂലയിൽ നിന്ന് കണ്ടെടുത്ത ഈ കൂടോത്ര അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ അടക്കമാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. സമാനമായ ഞാൻ വരാം.